മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഞാൻ ലൈവില് കയറിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്റെ വീട്ടില് തക്കാളി ഉണ്ട്, ബ്രിഞ്ചോൾ ഉണ്ട്, വെണ്ടയ്ക്ക ഉണ്ട് എന്നൊക്കെ. അതിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഗാർഡൻ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന് മുമ്പ് ഞാൻ എന്റെ ബെഡ്റൂം ഒക്കെ ഒന്ന് റെഡി ആക്കാണ്. എന്റെ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്പേസ് ആട്ടോ അത്. ഈ ജനലേരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്ലാന്റ്സ് കാണാനുള്ള ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഒതുക്കൽ പിടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പുറത്ത് ഗാർഡനിലോട്ട് പോയി. ഇത്രയും വലിയ ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അതിന് മാത്രം ചെടിയൊന്നും ഇല്ലെങ്കിലും വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ചെടിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വീടിന് മുന്നിലായിട്ട് തന്നെ വലിയൊരു ചാമ്പക്ക മരം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ മുറ്റം നിറച്ച് ഇലയൊക്കെ ആയിരിക്കും. ഇല മാത്രല്ല, ഈ പാറാടകളൊക്കെ കൊത്തിയ ചാമ്പയ്ക്ക് താഴെ വീണ് കിടക്കുന്നുണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ വെണ്ടയ്ക്കും തക്കാളിയും ഒക്കെ വെക്കണം. അതിന്റെ ഒരു ചെറിയ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. അധികം ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു 4 വെണ്ടയ്ക്കെങ്കിലും നമുക്ക് കിട്ടി. അതുകൊണ്ട് ഒരു സാമ്പാറെങ്കിലും ഒക്കെ ഉണ്ടാക്കാം. തക്കാളി ദേ ഇവിടെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അതിന്റെ ലേമൊക്കെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു അപ്പൂപ്പൻ താടി പോലെ എന്തോ ഒരു സാധനമൊക്കെ കാണാട്ടോ. അത് പുഴുവാണോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല. ചീരക്കുട്ടൻ ഇവിടെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇത് മുറിച്ചേ ഉള്ളൂ, അപ്പളേക്ക് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിന്റെ വിത്തൊക്കെ നമ്മൾ മണ്ണുത്തിന്ന് പോയിട്ട് എടുത്ത അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി മുമ്പേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആമ്പൽ എന്താ ഏതാണ് കളർ എന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചപ്പോഴുള്ള ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ പൂ ഇതുവരെ ഇട്ടിട്ടില്ല. ആൻഡ് ഫൈനലി നമ്മുടെ ഗാർഡൻ ഏറ്റവും കൂടുതൽ ലാവിഷ് ആയിട്ട് കിട്ടുന്ന ഒരേ ഒരു സാധനമുള്ള ഗൈസ്, മുളക്. എന്ന് നോക്കിയാലും ഒരെണ്ണെങ്കിലും ആ മുളക് തരാണ്ട് പോയില്ല. ഇനി നമ്മുടെ ഗാർഡനിലേക്ക് എന്ത് വെജിറ്റബിൾ ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ താഴെ കമന്റ് ചെയ്യട്ടോ. അടുത്ത പ്രാവശ്യം ഞാൻ അതും കൂടി നട്ട് വളർത്താം. അപ്പൊ ഓക്കെ, ബൈ.